ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഈ കൊല്ലത്തെ മൂന്നാമത്തെ ഓണ പരിപാടി, അവർ നിങ്ങൾ വീഡിയോ കണ്ട രണ്ടാമത്തെ ടീക്കാരം ഈ പരിപാടി നമ്മളെ സർക്കിട്ടിൻ്റെ ഓണ പരിപാടിയാണ്. ഇത് ഭയങ്കര വാശിയേറിയ പരിപാടിയാണ്. 4 ടീം, 4-5 ടീമുണ്ട്. അങ്ങനെ വെൽക്കം സർക്കിട്ട്. കയറി വന്നപ്പോൾ തന്നെ 2 മോന്തയുണ്ട്, മൂടങ്ങോട്ട് പോയി. നബീലും ജിഷ്ണു. ഞാൻ സാഫ് എന്താ പറയണ്ടേ? ഔട്ട്ഫിറ്റ് തുണിക്കെത്ര? തുണി നമ്മൾക്ക് നമ്മളെ കൂട്ടുകാർ നന്നാണേ. കുപ്പായം കൊളാബ് വന്ന ചെമീർക്കാരെ പോ എന്തെങ്കിലും നല്ല പ്രായമുണ്ട്. ഏകദേശം എനിക്ക് 30 പേരുണ്ട്. 35 പറയുന്നുണ്ട് ആൾക്കാരെ. അപ്പൊ നിങ്ങള് അതായത് ഒരു 19th പിന്നിലും പോയി. ഞാനെന്താ പറയാ, എനിക്ക് ചെക്കന്മാരെ ഇഷ്ടം. അതെ അതെ, ശരിയാവും. നല്ല പ്രായമുള്ള, കാരണം ഇത് ആരോട് ചോദിച്ചാലും മൂപ്പരോട് ചോദിക്കണം. കാരണം കൂടുതൽ അത്യാവശ്യം പ്രായമുള്ള ആളാണ്. നിങ്ങളൊരു ചൈൽഡ്ഹുഡ് പഴയ കാലത്തുള്ള ഓണം, നിങ്ങൾ പഠിച്ച കാലത്ത് എന്നൊക്കെ പറയുമ്പോ എനിക്ക് തോന്നുന്നു ഏകദേശം 80 കാലഘട്ടങ്ങളില് 80 കാലഘട്ടത്തിൽ ഓണമില്ല അല്ലേ? അന്ന് ഓണമല്ലല്ലോ. ഇതേപോലെ നല്ല മനുഷ്യന്മാരില്ല. ഇപ്പോഴാണ് ഇങ്ങനത്തെ നല്ല മനുഷ്യന്മാർ വന്നത്. സ്കൂളിൽ പോയിക്കോളൂ. ഓണത്തിനാ ലീവ് വെക്കരോ? അത് ആ ടൈം കേട്ടോ, ഓണം ക്രിസ്മസ് ഒക്കെ ലീവ്. അപ്പൊ ഗൈസ്, നമുക്ക് ഞാൻ തിരിച്ചു വരാം. അപ്പോൾ ഗൈസ്, ഇവിടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഓരോരുത്തരെ പരിചയപ്പെടുത്തി തരാം. ഇവിടെ നിൽക്കണതാണ് ഞങ്ങൾ ടീം. ഹായ്, ദിസ് ഈസ് മൂസ. മൂസ ഞങ്ങളുടെ ടീം കലാപത്തിലുള്ളതാണ്. ബാക്കിയുള്ളവരൊക്കെ ഇതൊക്കെ ഞങ്ങളുടെ ടീം. ഇത് ഹംസ ഡാൻസ് കളിക്കാനുള്ള ടെൻഷനാണ് ഇപ്പോ. കല്യാണം കഴിഞ്ഞു. വൈഫോടെ വൈഫ് തിരിയൂ. ഏയ്, ഹംസന്റെ വൈഫ് കല്യാണം കഴിച്ച ഒരാഴ്ച അനസ്. അത് ഞാൻ സ്നേഹത്തോടെ ഹംസ വിളിക്കണാണ്. അനസ് ബിൻ ഹംസ. അപ്പോ ഗൈസ്, നമ്മളെ പരിപാടി ഇവിടെ ഏകദേശം സ്റ്റാർട്ടായിട്ടുണ്ട്. നബീൽ അവിടെ നിന്ന് മെയിൻ ആവുന്നുണ്ട്. എന്താ ഈ നല്ലൊരു മഹാ ഓണത്തിൽ മാവേലിക്ക് എന്താ പറയാനുള്ളത്? മാവേലിക്ക് എന്താ പറയേണ്ടത്? മാവേലി നമ്മൾ അടിപൊളി. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ മാവേലി ആവുന്നത്. അതങ്ങനെ അടിപൊളിയായിട്ട് പോട്ടെ. സന്തോഷല്ലേ? ഓ, സന്തോഷാണ്. അടിപൊളി. നിങ്ങളുടെ സ്ഥലം? കോഴിക്കോട് കുറ്റിച്ചിറ. നിങ്ങളുടെ പേരെന്തേനു? അഹ്റാർ. നമ്മളെ മാവേലി അഹ്റാർ ലൈഫിൽ ആദ്യമായിട്ടാണ് മാവേലി ആവുന്നത്. നബീൽ എത്ര? 500? ഇതിൽ നമ്മള് സന്തോഷത്തിന് 350 ബിരിയാണി. 350 ബിരിയാണിയും ഒരു ക്വാർട്ടറും. മന്തിയാ. റെയിന് അവിടെ നിന്ന് എന്തൊക്കെയാ നല്ല മെയിൻ ആവാണ്. റെയിന് വെറുതെ ഒന്ന് ഇമ്പ്രസ് ആവാൻ നിൽക്കുക. ആരും ഇമ്പ്രസ് ആവില്ല. ചെക്കന്മാരോടൊക്കെ അതൊക്കെ മച്ചോള് നീല സാരി കാട്ടണൊക്കെ. അയ്യോ, എന്താ ചേച്ചിയെ വെയ്യേ? അയ്യോ, ഏയ് വാവ്, എന്നെ കാണാൻ എന്ത് രസമാണ് ക്യാമറയിൽ. അത് ബാക്കിൽ രമേച്ചി. എന്താ രമേച്ചിക്കും വെയ്യേ? ഷൗഫുണ്ടാക്കാം. ഷൗഫ് തൊള്ള വിളിച്ചേക്ക്. അതാ ഇതാ മറ്റേ തള്ള ഐഷല്ലേ? ഐഷ ഇത് എന്താണ് തുള്ളു നോക്കാം. കണ്ട ക്യാമറ കണ്ട പിന്നെ ഈറ്റങ്ങൾക്ക് വേറെ പ്രത്യേക രസുഖ, ഒരു പ്രത്യേക തുളുമ്പല്. രമേച്ചൊക്കെ ഏതാ മൂഡ്? രമേച്ചൊക്കെ പച്ചക്കാണെന്നൊക്കെ സംശയമുണ്ട്. അപ്പൊ ഗൈസ്, ആദ്യമായിട്ട് ഡാൻസിന് കയറുന്ന ടീം ഞങ്ങളുടെ ടീമാണ്. ശരിക്കും അല്ല, ഞങ്ങളുടെ ടീമാണ്. ഞങ്ങളാണ് ഫസ്റ്റ് ഡാൻസിന് കയറുന്നത്. ഞങ്ങൾക്ക് യെസ് ഗൈസ്, ഞങ്ങളുടെ ടീമിന്റെ പേര് കലാപം. ഞങ്ങൾക്ക് തീരെ പേടിയില്ല. കാരണം എന്താ വെച്ചാല് ശരിക്കും ഞങ്ങളുടെ ടീം ഫസ്റ്റ് കയറാൻ നല്ലത്. മറ്റൊരു ഡാൻസ് കണ്ടുള്ള കോൺഫിഡൻസ് പോകും. ഞങ്ങളുടെ ടീമിന്റെ ക്യാപ്റ്റൻ ഗൈസ്, അബിത പട്ടാളത്തിലാണ്. ഓണത്തിന് ലീവ് കിട്ടിയെന്നാണ്. വന്ദേ മാതരം. ജയ് ഹിന്ദ്. പുരുഷ ഇപ്പൊ പഴയ പോലെ ഇതൊന്നുമില്ലേ? ഞങ്ങൾ പോയിട്ട് കപ്പടിച്ചിട്ട് വരാം. യൂട്യൂബില് വലിയ ഫാനാണ് ഞങ്ങള്. എന്താ വെച്ചാല് വളരെയധികം ഇഷ്ടപ്പെട്ട് ഇങ്ങനെ കണ്ടതാണ്. കണ്ടുപിടിക്കട്ടെ. രമേശ് വൻ ഫോമിലാണ്. രമേശ് ഏവരും കാത്തിരിക്കുന്നു. രമേശ് ഏറ്റവും വലുതകുലിതരായി നിൽക്കുകയാണ്. രമേശിക്ക് നല്ല ഡാൻസ് കളിക്കണമെന്നുണ്ട്. അതാ ഷൗഫ ആ ചെറുത് കാണുക. ആ സെന്ററിലേക്കാണ് അരിപ്പൊടി വെള്ള ഷൗഫ. കിസ്മത്ത് ബഹുമാനപ്പെട്ട കിസ്മത്ത് അതാ കിസ്മത്തിന് ആകെ മൂടെ നിൽക്കുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്താ എനിക്ക് ആ ഒരു സന്തോഷമുള്ള എന്താ വെച്ചാൽ കിസ്മത്തിന് ഇപ്പോഴെങ്കിലും ഡാൻസിനെങ്കിലും കിസ്മത്തിന്റെ ഒരു പേരിനെ കിട്ടിയത് ജീവിതത്തിലേ കിട്ടിയിട്ടില്ല.
എല്ലാരും ഏവരും വൻ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കണേ. പക്ഷെ ആ പ്രതീക്ഷന്റെ അത്ര ഒന്നും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിന്റെ റിഹേഴ്സലും കണ്ടതാ. അല്ല ഇതാരാ ആരാ ആരാ ജഡ്ജിയാ ജഡ്ജി അറ്റൻഷനിലിരിക്കണേ. ജഡ്ജസിന് ഭയങ്കര നാണാണ്. ഞങ്ങൾ ഈ തള്ളത് ഓവറാക്കി കൊളാക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞങ്ങളുടെ ടീമിന് ഫസ്റ്റ് കിട്ടണേ. കിസ്മത്തിന്റെ മുഖത്ത് ആ ടെൻഷൻ കാണുന്നു. ആ എന്തിനാ പോയത്? കിസ്മത്ത് ലൈന് മാറിപ്പോയി. കിസ്മത്ത് ഓവാലി വരെ കളിക്കണ്. അവിടെ പെരുമിറ്റ ആ മഞ്ഞ ചെറുതാറ് എന്താ കാട്ടുന്ന പുള്ളി കഴിക്കാൻ അറിയില്ല. ഏതാ താത്ത? എന്താ അതിന്റെ ഉദ്ദേശം? താത്ത എന്താ വിചാരിച്ചിക്കണ്? അതെ, എന്ത് ഡാൻസ് പോവാൻ ആറ്റിറ്റ്യൂഡിലുള്ള താത്ത നിക്കണ്. താത്താന്റെ പോതി ആ താത്ത ഏതാ കോലം? അയ്യോ പോളേ. താത്ത ബാംഗ്ലൂർ നേരെ എന്താണ്? ആ കിസ്മത്തിനെ തട്ടിയിടുന്നതാ. 2 പെണ്ണുങ്ങളുടെ കിസ്മത്തിനിട്ട് അമുക്കേനുള്ളില് ജഡ്ജിമാർ വൺ പ്ലാനിങ്ങിലാണ്. എത്ര മാർക്ക് കൊടുക്കാം, എത്ര മാർക്ക് ഇടാം, എങ്ങനെയൊക്കെ മാർക്ക് ഇടാം. ഓള് 2 ആളും കളിക്കണില്ല, മറ്റു 2 ആളും കുഴപ്പമില്ല, മറ്റൊരു സൂപ്പറായി കളിക്കണ്ടെന്ന്. അതാ റബി മെയിനാവാണ്. അത് ചെയ്യ്, ഇത് ചെയ്യ്. ആ ഗർജിക്ക് സിംഹമാണ് റബി. ചുമല കുപ്പായം മൂപ്പര് ആലോചിക്കാണ്. ഞാൻ എന്താ കാട്ടണ്ട്? ഇവിടെ എല്ലാവരും ഡാൻസ് കളിക്കണ്ട്. ഞാൻ ഡാൻസ് കളിക്കണോ അല്ലെങ്കിൽ വേണ്ടേ? എങ്ങനെ ഇപ്പൊ ഡാൻസ് കളിക്കാം? കളിച്ച ഡാൻസ് എങ്ങനെയായിരുന്നു? സൂപ്പറായി കളിച്ചു. ഈ മാത്രമേ കറക്റ്റ് സ്റ്റെപ്പ്. അതെ, സാധാരണക്കാരാണ് ഞങ്ങളെ. നല്ല രസമുണ്ടായിരുന്നു. അതിനാണ് ഞങ്ങള് കളിച്ചിട്ട് ഞങ്ങള് കളിച്ച് സ്റ്റേജൊക്കെ പൊട്ടിപ്പോയി. കലാപന്റെ കളിന്റെ പവർ കൊണ്ട് സ്റ്റേജ് വരെ പൊട്ടിയിട്ടുണ്ട്. അത്രക്കും ദയനീയമായ കളിയായിരുന്നു. ഇങ്ങനത്തെ ഒരു കളി ജീവിതത്തിൽ കണ്ടിട്ടില്ല. സ്റ്റേജ് പൊളിച്ച് ഇത് ജസ്റ്റ് തുടക്കാണ്. ഇനി കാണാൻ പോണ കലാപയുടെ ആളി കത്തും. എവിടുന്ന് എത്താന്? സ്റ്റേജ് പൊട്ടി. കമ്മിറ്റി എല്ലാം മുക്കല മുക്കി സ്റ്റേജ് പൊട്ടി. അഭിനയിച്ച് പൊളി കളി. എന്നാ കളിയാ കളിച്ച. കമ്മലെല്ലാം അഴിഞ്ഞു പോയിട്ട് ഞാൻ എടുത്തിട്ട് വന്നത്. അതൊക്കെ ക്ഷീണിച്ച്. എടാ എന്നിട്ട് ഞങ്ങളുടെ ടീം മെമ്പേഴ്സ് ഒന്നും ശരിയില്ല. സോഡ ആ പുള്ളി കുടിച്ചോ. ഞാൻ കണ്ടില്ലല്ലോ. കണ്ടില്ല. സ്റ്റെപ്പ് മൊത്തം നിങ്ങളുടെ കറക്റ്റ് സ്റ്റെപ്പ് നോക്കി കളിച്ച നിങ്ങൾ മാത്രമേ. ശരി, മനസ്സിലായി. ഫ്ലോപ്പ് ഇരുന്നല്ലേ? ശരിയായ കളി കാണില്ല. വീഡിയോ കാണാം. ആലോചിച്ചില്ല. എന്തെന്ന് ആലോചിച്ചില്ലല്ലോ. നിങ്ങൾക്ക് തോന്നിയതാവും. അത് ഫ്രഷർ നിങ്ങൾക്ക് തോന്നിയതാവും. ഹലോ, ടീം കലാപത്തിന്റെ തിരക്കിലായിരുന്നു. അത് ഞാൻ പിന്നീട് തിരിച്ചു വരാം. അതാ ചോദിക്കുന്നത്. ഇത് അല്ല, കലാപം എന്ന് പറഞ്ഞ ടീമിന്റെ 4 സ്റ്റേജിൽ കുറെ ആൾക്കാർ തുള്ളുണ്ട്. എന്താ പരിപാടി? മനസ്സിലായില്ല. സ്റ്റേജ് പൊട്ടി ചെയ്ത്. സ്റ്റേജ് പൊട്ടി. കമ്മിറ്റിക്കാരെല്ലാം പൈസ മുക്കിയിട്ടുണ്ട്. ഈ കമ്മിറ്റിക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കും. ഇത് സ്റ്റേജ് ആണെങ്കിൽ 4 ഒരു 20 ആൾക്കാർ, 10-30 ആളും വെച്ചിട്ട് 20 ആൾക്കാർ, 25 ആളുണ്ട്. പരിപാടി ആദ്യത്തെ പാളിയോ? പരിപാടി നേരെ വൈകിന്റെ പ്രശ്നമാണ്. കമ്മിറ്റി പൈസ മുക്കി. കമ്മിറ്റിക്കാരൊന്ന് വിളിച്ചാൽ ഞാൻ 8 മണിക്ക് വരണോടെ. നമ്മള് നേരം ആൻസിന്റെ എക്സ്പ്രഷൻ ആണ് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇത് റൊമാൻറ്റിക് ആയി. അൻസിലോ ഓവറാണ്. അല്ലാതെ കമന്റ് ചെയ്യൂ. അതാ ഋതുക്ക് ഭയങ്കര റൊമാൻറ്റിക് ആണ്. ഋതു ഇങ്ങോട്ട് നോക്കോ. ഋതു ഋതു റൊമാൻറ്റിക് ആണ്. ഋതു ശ്രദ്ധ വിട്ടു പോലെ. നീ ഇവിടെ
റിതു അങ്ങോട്ട് നോക്കേ, റിതു എന്റെ മാപ്പിള വരാ. ആകാശക്കോണിൽ ഒളിച്ചാലും മൂടൈ നിന്റെ ഹൃദയം നിനക്കാണ്. കെട്ടോ 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 കെട്ടോ. ഈ ഡാൻസ് കഴിഞ്ഞ ഒരു കല്യാണം ഉണ്ടായി. ഈ ഡാൻസ് അതെ, ഈ ഡാൻസ് കഴിഞ്ഞൊരു കല്യാണ്ട്. എന്താണ് പറയാനുള്ളത്? എനിക്ക് ഇഷ്ടപ്പെട്ട പേരാണ് ഇപ്പൊ കണ്ട ഡാൻസിൽ ഏറ്റവും എങ്ങനെ മുതലാക്കി. എങ്ങനെ അടിപൊളി ഡാൻസ് ഇല്ല, പുറത്ത് പറയില്ല, ടീമിന്റെ സീക്രട്ടാണ്. ഇത്രമാത്രം ഈ ഒരു കഴിവ് എങ്ങനെയായിരുന്നു കൊണ്ടുവരുന്നത്? ജന്മന എനിക്ക് ഉണ്ടായിരുന്ന ഒരു അവനോട് എന്തെങ്കിലും തോന്നിയോ? ഇല്ല, ഒന്നും വികാരമൊന്നും ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ പ്രേക്ഷകർ അങ്ങനെയല്ല തോന്നിയത്. അതാണ് കെമിസ്ട്രി. നമ്മൾ ആ ഒരു ഡാൻസിലേക്ക് ഇൻവോൾവ് ചെയ്ത് കളിക്കുമ്പോൾ കെമിസ്ട്രിയോട് കൂടി ഇൻവോൾവ് ചെയ്ത്, അപ്പൊ അദ്ദേഹം കെമിസ്ട്രിയോട് കൂടി ഇൻവോൾവ് ചെയ്ത് അങ്ങനെ ബയോളജിയിലേക്ക് പോയി. അടുത്തത് ഈ ചോദ്യം ചോദിക്കണം. ക്യാമ്പസ് ലൈഫ് മിസ് ആവുന്നവർക്ക് ഇങ്ങനത്തെ ഓരോ വൈബ് സർക്കിട്ട് ഹോട്ടൽ എന്താ കിട്ടുക പറഞ്ഞു കൊടുക്കണേ. അതെ 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 എന്താ എന്താ കിട്ടിയേ? എന്തോ കിട്ടിയിട്ടുണ്ട്. എടുത്തിട്ടോ? ഏയ് അത് ആടൂല, എടുത്തിട്ടോ? ആടൂല. തീരെ എടുത്തിട്ടോ? ചൗപ്പാൻ സ്റ്റെപ്പൊക്കെ മറന്നിങ്ങനെ. ചൗപ്പൻ ഇനിയിപ്പോ ആരെ കൂട്ടോ, ഏത് കളിക്കണം ഏത് കളിക്കണ്ട നോക്കണം. മുഖത്തൊക്കെ ഇനിയിപ്പോ ഏതാ കളി? ആ അതാ റിനുവിന്റെ ശ്രദ്ധ മൊത്തം എവിടേക്കാണ്. നമ്മൾ വീഡിയോ എടുക്കുന്ന റിനു ശ്രദ്ധിക്കുക. റിനു സ്റ്റെപ്പ് അറിയില്ല. ആണ്ടാ റിനു നോക്കുകയാണ് ഇനി ഏത് കളിക്കണം. അളിയ വന്നല്ലോ. ഐ ഷൗഫ പടപെട്ട് ഷൗഫ. രമേശി അല്ല ആ രമേശി നിലത്ത് നോക്കി ആലോചിക്കണേ അടുത്തേത് കളിക്കാം. പേര് പിടിക്ക്. അങ്ങനെ എടുത്തോ. ഞാൻ ഏത് കളിക്കും? എന്താ കാട്ടുക? റിനുവിനെടുക്ക്. റിനു ആലോചിക്കണേ ഇവരൊക്കെ എന്താ കാട്ടണ? കൊളായോ? ഞാൻ ഏതാ കളിക്കണേ? ഞാൻ കളിക്കണോ? ഇതാണാ പെൺകുട്ടികളെ വട്ടം ചുറ്റിച്ചുകൊണ്ട് ജിഷ്ണു സെന്ററിൽ നിൽക്കിട്ട് ഇതാ പെൺകുട്ടികളെ മണിയറാക്ക അതിന്റെ ഇടയിൽ കൂടെ കയറി പിടിച്ചു. മാറിക്കാ ചെയ്യ താതനൻ. ആ കിടന്നോനെ ആയിക്കോട്ടെ സ്റ്റെപ്പ്. അതിന്റെ ഇടയിൽ കൂടെ റൂട്ടൊക്കെ ഉണ്ട്. കൂടാൻ കാക്ക മൂടായി സൂമേ കാക്കനെ സൂമേ. കാക്ക എത്തില്ലേ? കാക്ക മൂടായി. പഞ്ചായത്തിലെ മുനിസിപ്പാലിറ്റി എന്നിവരോ കാക്ക കൂടായി. ആ കാക്ക മൂടായിട്ട് കാക്ക അങ്ങനെ ഞാനത് പൊളിക്കുന്നൊക്കെ. ജിഷ്ണടി പോയി കാക്കപ്പോ ജിഷ്ണടി പോയി. പകുതിയായി എന്തോന്നു കമ്മിറ്റി എന്ന നിലക്ക് എന്ത് തോന്നുന്നു? എങ്ങനെ പരിപാടി എത്ര കിട്ടി? സ്റ്റേജ് പൊളിഞ്ഞു. സ്റ്റേജിലെത്തി മുക്കി. ഇത് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ അവിടെ കഴിച്ച് ഏകദേശം ആധിപത്യമായ ഫൈറ്റിംഗ് മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ടീമിൽ നിന്നും ആരുള്ള പട്ടാളമുണ്ട്. പട്ടാളം മാത്രമല്ല മറ്റോളില്ലേ? നിശില്ലേ? അതാ ഫെന ഓടുന്നു പട്ടാളം. സെക്കൻഡ് അവലെങ്കിൽ അവല്
അറിയില്ല. നമ്മൾക്ക് സെക്കൻഡ് ആയാലും എന്താ പേടിയാ? അല്ല പിന്നെ അത്രേ ഉള്ളൂ, പേടില്ലല്ലോ. ഒരു പോയിന്റ് പോയി, അതത്രേ ഉള്ളൂ. അത് പോട്ടെ, ഒരു പോയിന്റ് അല്ലേ അവന്? എത്ര പോയിന്റ്? അങ്ങനെയല്ല, നമ്മൾ വിട്ടു കൊടുക്കുക. ഇരിക്കട്ടെ, കണ്ണ് തട്ടെടുക്കാൻ വേണ്ടിട്ടാ. അതെ, കണ്ണ് തട്ടെടുക്കാൻ അതുകൊണ്ടാ എല്ലാ പോയിന്റും നമ്മളെടുത്ത് ശരിയാവൂല. കാരണം ഞങ്ങൾക്ക് ലീവ് പട്ടാളത്തിൽ തിരിച്ചു പോകാനുള്ളതാ. ഹലോ, നിങ്ങളുടെ വൈഫ് സനയാണല്ലോ ജയിച്ചത്, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നു. ഈ ആശലാഭ മുഹൂർത്തത്തിൽ ടീമാണ്. ടീം തന്ന വേറെ ടീമാണെങ്കിൽ പോലും സന ജയിച്ചോട് ചെറിയ സന്തോഷമൊക്കെ ഉണ്ട്. നമുക്ക് സനോട് ചോദിച്ചോക്കാം. സന, ഹലോ, ഈ വിജയത്തോടനുബന്ധിച്ച് എന്ത് തോന്നുന്നു? എന്ത് തോന്നുന്നു? വിജയത്തിന്റെ ഈ സന്തോഷത്തിൽ എന്താ പറയാ? ഇതിനു മുന്നേ നിങ്ങൾ ഇതേപോലെ മത്സരത്തിൽ പങ്കെടുത്തു? സത്യം പറഞ്ഞ LKG മുതൽ എപ്പോഴും ഞാൻ ലെമൺ സ്പൂണിൽ ഫസ്റ്റ് ആയിരുന്നു. ആ ഓട്ടാണ് എനിക്ക് തോന്നി. മാനം കാത്ത് കണ്ട നമ്മളെ മാനം കാത്തത് കണ്ട ലെമൺ സ്പൂൺ മാനം കാത്ത സന. അപ്പൊ ആവേശകരമായ യുവാക്കളുടെ വടംവലി മത്സരം, സോറി, സ്പൂൺ റേസ് മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏവരെയും കാത്തുകൊണ്ടിരിക്കുന്ന സ്പൂൺ റേസ് മത്സരത്തിൽ നിങ്ങൾക്ക് മുന്നിൽ ക്യാമറയുമായി വന്നിട്ടുള്ളത് ഫാസിൽ, വോയിസ് ഓവർ കൊടുക്കുന്ന സമീർ. ഇതിൽ നമ്മുടെ ടീം വൻ പരാജയമായിരുന്നു. നമ്മുടെ ടീം എങ്ങനെ തോൽവിയായി പോയത്? പങ്കെടുക്കാൻ രണ്ടാൾക്കാർ. അതെ, ഈ പരിപാടിയിലൊക്കെ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നതിനെ കുറിച്ച് എന്താ പറയുക? ക്ഷീണിച്ച് മാറി നിൽക്കുക. ഫസ്റ്റ് കിട്ടി, നമുക്കൊന്നും കിട്ടിയില്ല. നമ്മള് സമീറിന്റെ ഗ്രൂപ്പ് തോറ്റ ടീം. അപ്പോ ചാക്കിലോട്ട മത്സരമാണ്. ചാക്കിലോട്ടം നടന്നത് കമ്മിറ്റിക്കാരൻ ജിഷ്ണു എന്ന രീതി. ജിഷ്ണു, ചാക്കിലോട്ട മത്സരം തുടങ്ങുന്നു, എന്ത് തോന്നുന്നു? ചാക്കിൽ ചാടുന്ന ചാട്ടമാണ് ചാക്ക് ചാട്ടം. ചാക്കില്ലെങ്കിൽ എന്ത് ചാടും? ഒരുമാതിരി മറ്റോട് തുറത്താനേ പോയി. ഇങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാനത് എന്നാ സമീർ ഇതിലില്ല, കണ്ടാ മതി. നിങ്ങളില്ലേ ചാക്കിലോട്ടത്തിൽ? ഇൻസാഫ് ഭയങ്കര കോൺഫിഡൻസിലാണ്. മതിരാട്ടർ കോൺഫിഡൻസ് ഉള്ളു, പക്ഷെ ചാക്കി ആടിയിടുന്നവർ ആടിയിട്ടില്ല. ഞങ്ങളെ വൈഫ് പുതിന്റെ ചാടി പോണോക്കി, പുതിന്റെ വാൻ പോലിവില്ല. ഞാനില്ല, ഞാനെന്താ കമന്ററി. പൊന്നാലി വന്ന് ബി വി ഈ ആവേശപരമായ മത്സരത്തിൽ എന്തോന്നു? വളരെ നല്ലത്, അടിപൊളിയാണ്. അടിപൊളി, സൂപ്പർ. അതെ, ബിവിക്ക് എങ്ങനെയെങ്കിലും ഫ്രെയിമിൽ കയറി പറ്റണം. ഇല്ല, ബി ഭയങ്കര ഫേമസ് ആയി. ഹായ് ഗൈസ്, ചാക്കിലോട്ടത്തിൽ നമ്മൾ ടീമിൽ നിന്ന് പട്ടാളം തന്നെ അദിബ പട്ടാളത്തിൽ നിന്ന് വീണ്ടും ഇറങ്ങുന്നു. ഫസ്റ്റ് അടിക്കും നമ്മള്. നമ്മുടെ ഓടിന് പട്ടാളത്തിന്റെ അഭിമാനാണ്. ലൈക്ക് ഇവിടെ വന്നിട്ട് നാണം കെടാൻ പറ്റില്ല. ഞാൻ അതിൽ എന്തായാലും ഫസ്റ്റ് ഇന്ത്യൻ ആർമിക്ക് ജയ് ജയ് കിസാൻ ജവാൻ വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ ഭാരതം വന്ദേ ഭാരത് വന്ദേ മാതരം വന്ദേ ഭാരത് ട്രെയിനല്ലേ? ഏവരും കാത്തിരിക്കുന്ന നമ്മുടെ പ്രശസ്ത എന്താ ചാക്ക് ചാടി ശീലല്ലേ, മതില് ചാടി ശീലമുള്ളൂ. ഈ സെയിം ഡയലോഗിനെ ഓളെ മാപ്പിളയും പറഞ്ഞത്. എന്താണ് മാപ്പിള സെയിം ഡയലോഗ് പറഞ്ഞു, മതില് ചാടി ശീലമുള്ളൂ. എനിക്ക് മാപ്പിളക്ക് ഒപ്പം മാടി. രണ്ടാളും മാറി ചാടലോ. ഇത് റിനു, എടാ റിനുവിന് ചാക്കൊന്നും വേണ്ട, ഒരു കവർ മതി, അതിലുള്ളൂ. കമ്മിറ്റിക്കാർ ഒരു കവർ കൊടുക്ക. ചാടണോ ഓണ്ടാ, നമ്മളെ അദീപ എന്താ ചാട്ടം? ഇതിന് കവർ കൊടുത്താ പോയ, ചാക്കൊക്കെ വാടോ പറയോ? ഫാൻസ് ഉണ്ട് സ്കൂളിൽ, നല്ല ഫാൻസ് ഉണ്ട്. ചാർജ് ആവട്ടെ, ഫാമിലി എടുത്ത് പോണ്ട. ഓനൊക്കെ താല്പര്യമില്ല, ഞാൻ പ്ലിങ് ആയി പോവും. ഈ കുട്ടി അടിയ ഇവര് അടിയിലേക്ക് എത്തല്ലേ? ഇവര് ചെറിയൊരു വലിയൊരു അടിയിലെത്തുക. എന്തായാലും മോന്തി കുത്തി വികാരം ഫസ്റ്റ് അവിടെ എത്തുന്നു, അവർ ജയിക്കും.
അങ്ങനെ ആവേശകരമായ ചാക്കിലോട്ട മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യം നമുക്ക് വേണ്ടി അരങ്ങേറുന്നത് പട്ടാളത്തിൽ നിന്നും അബിത അതിബ. ഏത്? ആ ഇതാ സെനയും അബിതയും. സെന ജിമ്മിൽ പോണം, അതാണ്. പട്ടാളം 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 പട്ടാളം. ഓക്കെ സെറ്റ്. ആ റിനുവിനെ നോക്കാം. റിനുവിന് ശരിക്കും ഒരു ചാക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, കവർ കൊടുത്താൽ മതി. ഓൾ അതിനുള്ളതേ ഉള്ളൂ. ആ പുറകോട്ട് നോക്കൂ. ചാടി പിടിക്കാനുള്ള ചേട്ടാ നമ്മൾ നിൽക്കണേ. ഏതാ മൂട്? ഓ സെന വിട്. എന്ത് തോന്നുന്നു? ഞാൻ പറഞ്ഞില്ലടാ ഹൈറ്റ് ഇല്ലാത്തവരോട് ഫസ്റ്റ് അടിക്കാതെ. സന്തോഷം തോന്നുന്നു. ഇത് വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ അഭിമാനം. വള്ളം കൊടുക്കാത്ത മരിച്ചാൻ കൊടുക്കുക. വളാഞ്ചേരി സ്വീകരണം തന്നാ മതി. വളാഞ്ചേരിയിൽ വെച്ച് നാളെ അഷറഫ് അമ്പലത്തിങ്കൽ ചെയർമാനായിട്ട് ഒരു സ്വീകരണം ഉണ്ടായിരിക്കുന്നതാണ്. ചെറിയ പെണ്ണുകൾ ജയിക്കും തോന്നുന്നു. അവിടെ നമ്മളതാ ചെറിയൊരു ജയിക്കാൻ ചാൻസ് ഉണ്ട്. അവൾ ആ ടെൻഷനില്ല തോന്നുന്നു കണ്ടിട്ട്. ഷാളെടുത്ത് വലിച്ചെറിയും. ഷാൾ നിനക്ക് വേണ്ട, ഞാൻ ജയിക്കുമെന്ന മൂഡിലാണ് അവൾ നിൽക്കുന്നത്. ഇത് നബിയില് മൂഡ് കളയാൻ പോകുന്നുണ്ട്. ആവേശകരമായ ചാക്കിലോട്ട മത്സരം രണ്ടാം പാദത്തിലോട്ട് കടന്ന സ്ഥിതിക്ക് നമ്മളെ കുട്ടിയല്ലേ ടെൻഷനിൽ തോന്നുന്നു. ആ വീണിട്ടും എണീറ്റോടെ മനസ്സാര് കാണാൻ സൂപ്പർ. ഓക്കെ ഈ വീണിട്ട് അത് പിന്നാണ് സ്വർണത്തിന്റെ ഈ വീണിട്ട് എണീറ്റോടി വന്ന മനസ്സ് അത് എവിടെ വന്നു? പറയൂ. നിങ്ങൾക്ക് എന്ത് തോന്നി? വീണപ്പോ എന്ത് തോന്നി? നല്ല വേദന ഉണ്ടായിരുന്നു. അങ്ങനെയല്ല, വീണപ്പോ ഞങ്ങൾ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള വീഴ്ച അങ്ങനെ തോന്നി. എന്തായാലും സൂപ്പറായി, ബ്രില്യന്റ്. ഇങ്ങനത്തെ ഒരു ചാക്കിലോട്ട മത്സരം എന്റെ കരിയറിൽ ഞാൻ കണ്ടിട്ടില്ല. ബ്രില്യന്റ്, ഓസം. പറയ്. അതുകൊണ്ട് തന്നെ പറയ്. ഒന്നാം സ്ഥാനം റാലിയ. നമ്മ കിട്ടി. കൊക്കത്ര കുളം കണ്ടതാ. കൊക്കത്ര കുളം കണ്ട പണ്ടാറെടുത്ത അവിടെ നമ്മളിൽ ആഘോഷിക്കാൻ ആൾക്കാരില്ല. എവിടെ നമ്മളെ ആൾക്കാര്? ഒരു മുട്ട കിട്ടിയ ഓപ്പോസിറ്റ് ടീമിനെ കൂടോത്രണ്ട്. സൂപ്പർ സാധനം. ഇതിൽ നമ്മൾ ആരെങ്കിലും ഉണ്ടോ? ആരാ? ആ ബ്ലാക്ക്. നമ്മുടെ ടീമിലൊക്കെ ഹൈറ്റ് കുറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ഹൈറ്റ് കുറഞ്ഞ ഇതുണ്ട്. ഹൈറ്റ് കുറഞ്ഞ എന്താ വെച്ചാൽ ഭയങ്കര ബാലൻസിങ് കിട്ടും. ഇപ്പൊ മെസ്സി കണ്ടില്ല, ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് നല്ല ബാലൻസിങ് അല്ലേ. ഈ ഫാസിലിനും ഒരു ബാലൻസിങ് രണ്ടില്ല. നീട്ടി ചാടിയാ മതി. യെസ് ഓ വികട്ടെ. ബ്രോ come on. യെസ്. എന്ത് തോന്നുന്നു ഈ ആവേശകര മത്സരത്തിൽ ഫസ്റ്റ് അടിച്ചപ്പോൾ എന്ത് തോന്നുന്നു? നല്ല സുഖം തോന്നുന്നു. സുഖം ഉണ്ടായിരുന്ന നേരത്തെ ഫസ്റ്റ് അടിച്ച റാണി എന്റെ ഹസ്ബൻഡ് ആണ്. നിങ്ങൾ ഫാമിലി പരമായിട്ട് ചാട്ടക്കാരാണ്. ഒന്നാമത് സാധനം അടിക്കാൻ വന്നു. ചാർജായി എന്നാ കളിയിലെ ഒരു ഹസ്ബൻഡ് വൈഫ് ഫസ്റ്റ്. ബ്രില്യന്റ്. ഏതാ കാക്ക മൂടി കാക്കനെടുക്ക്.
അടിപൊളി 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 ആവേശകരമായ മത്സരം കാണുമ്പോൾ എന്ത് തോന്നുന്നു? വളരെയധികം. നിങ്ങളുടെ ടീം ഏതാ? നമ്മുടെ ടീമാണ് ഇതുവരെ വിജയിച്ചിരിക്കുന്ന ടീം പടവെട്ട്. പടവെട്ട്. യെസ്, പടവെട്ട് ടീമിന്റെ ക്യാപ്റ്റൻ സ്ഥിതിക്ക് എന്ത് തോന്നുന്നു? ആവേശകരം. നിങ്ങൾക്കാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ പോയിന്റ്. അതെ, പക്ഷേ ഈ കളിയോട് കൂടി ഞങ്ങളാവും. ഒരിക്കലും ഒരു ചാൻസും ഇല്ല. മുട്ടക്ക് പോയി കാണും. നമസ്കാരം സമീർ. നമ്മുടെ ഓണം പരിപാടി കൂടാൻ വേണ്ടി ദുബായിൽ നിന്ന് വന്ന, ഷാർജയിൽ നിന്ന് വന്ന ഗാഥ എന്ന യുവതി ആണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഗാഥ പറയൂ. സർപ്രൈസ് ആയിരുന്നു. നബീലിന് സർപ്രൈസ് കൊടുക്കാന്നുള്ളായിരുന്നു മെയിൻ ഉദ്ദേശം. ടിക്കറ്റ് പൈസ മുടക്കി ലാഭം ഉണ്ടായോ? ലാഭം ഉണ്ടായിരുന്നു. സൂപ്പറായി. ആരും അറിയാതെ ഞാനിവിടെ സർപ്രൈസ്. ഇങ്ങനെ ഇത്ര നേരം ഒരു മത്സരാർത്ഥി അല്ലാത്തത് കൊണ്ട് ഒരു കാണി എന്ന നിലക്ക് നിങ്ങൾക്ക് ഈ ഗെയിമിനോട് എങ്ങനെ നോക്കി കാണുന്നു? വളരെ നല്ലൊരു അഭിപ്രായമാണ് എനിക്ക് ഈ ഗെയിമിനോടുള്ളത്. അൻസില് ജയിക്കണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. അങ്ങനെ ശരിയാവും. കുറച്ച് തുള്ളൽ കൂടുതൽ. അൻസിൽ ഞങ്ങൾ ഓപ്പോസിറ്റ് ടീമാണ്. സ്പോൺസറാണ്. വെറുതെ അല്ല, ഇത് ടീം പടവട്ടിന്റെ സ്പോൺസറാണ്. അപ്പൊ പിന്നെ എനിക്ക് എന്റെ ടീം ജയിക്കണം. ടീം ജയിക്കണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. നടക്കുമായിരിക്കും. അപ്പോ ഗാഥയുടെ സമീർ നല്ലൊരു മനുഷ്യനാണെന്നാണ് എന്റെ ഒരു വിലയേറിയ റിസൾട്ട് അതൊന്നും കാണിച്ചില്ല. ബഹുമാനപ്പെട്ട അക്കു ഈ മത്സരം നോക്കി കാണുന്നു. എങ്ങനെ നോക്കി കാണുന്നു? അക്കു ഒരു പോയിന്റ്, സെമിയുടെ 0 പോയിന്റ്. അക്കു ശരിക്കും ഒരു പാട്ടുകാരനാണ്. പക്ഷെ അക്കുവിനിപ്പോ എല്ലാ പാട്ടുകാരുടെ സെയിം നമ്പർ സൗണ്ട് ഇല്ല, സ്വാഭാവികമായിട്ടും. അപ്പോ അതുകൊണ്ട് അക്കുവിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അക്കു സന്തോഷിപ്പാനല്ലേ? തിരിച്ചു വരാം. ഓക്കെ, അക്കുവിലേക്ക് നമുക്ക് തിരിച്ചു വരണം. അക്കു തിരിച്ചു വരണമെന്നാണ് അക്കു പറഞ്ഞ്. ഞാൻ ആവേശപരമായ ഇതിൽ നമ്മളാളുണ്ടോ? ഇപ്പൊ നമ്മളാളല്ലേ ഈ ബ്രൗണ്. ആദ്യം ബാ, ആവേശപരമായ ഇതൊക്കെ അവിടുന്ന് അതാ കയ്യില്ല. വലൈക്കും അസ്സലാം. ആരാണ്? സൂപ്പർ. വീണ്ടും നമ്മൾ കലാപം 1ാം സ്ഥാനത്തിലേക്ക് കുതിച്ചു വരുന്നു. എന്ത് തോന്നുന്നു? പ്രത്യേകിച്ചൊന്നും തോന്നണില്ല. ടീമിന്റെ വിജയമാണ് നമുക്ക് മുഖ്യം. ആ ഒരു സ്പിരിറ്റ്, ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആണ് നമുക്ക് വേണ്ടത്. യെസ്, ഇവരെ പോലുള്ള യുവാക്കളാണ് പുതുതലമുറക്ക് ആവശ്യം. സൂപ്പർ, ബ്രില്യന്റ്. ഒരു വിറ്റുണ്ട്. നേരത്തെ ചാടിയ റിനുവിന് ഫസ്റ്റില് ചാക്കില്ലാണ്ടോ ചാടിക്കുക. ഈ ചാക്കില്ലാണ്ട് ചാടിയാർക്ക് എന്താ പറയാ? ചാക്കില്ലാണ്ട് ഫസ്റ്റ് കിട്ടിയ എന്ത് നേടി? എന്തോന്നു? തോറ്റുകൊടു. വലിയ ഡയലോഗ് അടിച്ച് ഓള് വലിയ ഡയലോഗ്. വളാഞ്ചേരി മറ്റേ മുനിസിപ്പാലിറ്റി പൊന്നാട അടിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഫസ്റ്റ് ആണ്. ഇങ്ങനെ പറഞ്ഞോ? അത് അവിടെ ആരുമില്ല, അങ്ങോട്ട് നോക്കി ഇങ്ങനെ പറഞ്ഞോ. എല്ലാരും ഇല്ല, ഞാൻ ആക്കുള്ള ഞാൻ മാറിക്ക. കമ്മിറ്റി വളരെ മോശ. കമ്മിറ്റി മോശ. അത് കാണണ്ട. പ്രതികരിക്കാം. ഇവിടെ വലിയൊരു പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് പറ്റും എന്താവുന്നു നമുക്ക് ഇപ്പോഴൊന്നും പറയാൻ പറ്റില്ല. ആരാടാ സ്ത്രീകൾക്കെതിരെ ശബ്ദിക്കണേ? മാറിക്കാക്ക കേസാവും. ആര് സ്ത്രീകളായിരുന്നു തൊടാതെ ഒക്കെ വലിയ വകുപ്പാവും. ശരിയാണിന്റെ മേലെ പാന്റ് എടുക്കൽ ആറാമാണ്. എത്ര പനാലുള്ളൂ. അപ്പൊ ചാക്കോ അങ്ങനെ തന്നെ കാര്യം മാറിക്ക്.
ഒരു ആവശ്യമായ ഫൈനൽ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ 2 പുള്ളിക്കുട്ടികൾ മത്സരിക്കുന്ന അഭിതയും പിന്നെ ഹൈറ്റില്ലാത്ത കുട്ടിയും. ഹൈറ്റില്ലാത്ത കുട്ടിയുടെ പേരറിയില്ല. സേനപ്പ് പോകൂ, സേനപ്പ് പോകൂ, സേനപ്പ്. കലാമാണ് കലാം. ജയിക്കേണ്ടവർ ജയിക്കും, തോൽക്കേണ്ടവർ തോൽക്കും. ജയിക്കേണ്ടവർ ജയിക്കും, തോൽക്കേണ്ടവർ തോൽക്കും. റിനു തോറ്റു, മാറി നിൽക്കും. ജയിച്ചവർ പുതുതായി വരട്ടെ. അല്ലല്ല, ഇവൾക്ക് ആരാ ചാക്ക് കൊടുത്ത്? ഇവൾക്ക് ഒരു കവർ കൊടുത്താ പറയുന്നില്ലേ? ഇവിടെ അതിലുള്ളതുള്ളൂ. അല്ല, ഇവിടെ എത്ര ഉള്ളൂ? അവളെ ചാക്ക് ഇത്തരണ്ട്. യെസ്, നമ്മൾ ആവേശകരമായ മത്സരത്തിൽ നമുക്ക് വേണ്ടി പടയെട്ടുന്നത് ആ ബ്ലാക്ക് പുള്ളി ഷർട്ടിയുടെ കാക്കയും പിന്നെ ഇവിടുന്ന് രണ്ടാമതും ഓനാണ് നമ്മളെ മത്സരാർത്ഥി. നമുക്ക് 2 പിള്ളേരാണ് ഉള്ളത്. ആവേശകരമായ യുവ ആർക്ക് ഓൻ ചാടും ജയിക്കും. കണ്ടോ, ആവേശകരമായ മത്സരത്തിൽ യുവ ഫസ്റ്റ് സെക്കൻഡ് നമുക്ക് പോട്ടെ. ചാക്ക് പറക്കട്ടെ. അല്ലാ, ആ ചാക്ക് അറിയാം എവിടെ? ഫസ്റ്റ് സെക്കൻഡ് നമുക്കല്ലേ? ഫസ്റ്റ് സെക്കൻഡ് നമുക്ക്. അത് നമ്മളെ മലബാരി സ്വന്തം കുട്ടിൻ്റെ വരുന്നുണ്ട്. കല്യാണം മലബാരി കുട്ടി എത്ര വയസ്സ്? കുട്ടി എത്ര വയസ്സ്? നിന്റെ കുട്ടിയൊന്നുമില്ല. അടി കിട്ടു മറി കിട്ടു മറി. കല്യാണം കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ മലബാരി കുട്ടി. മാഷാ അല്ലാഹ്, ഇത് ശാസ്ത്രത്തിന്റെ വിജയം. ശാസ്ത്രം തോറ്റും മലബാരി. ഇതിന് കുട്ടിന്റെ അമ്മ ഒന്ന് ബൈക്ക് പോയിന്റുമായി ബന്ധപ്പെടേണ്ടതാണ്. കാക്കല്ലേ? ഞാൻ ആരാ പറഞ്ഞു കൊടുക്ക്? കാക്കല്ലേ? കാക്കോണേ മാപ്പല്ല പണ്ട മാപ്പ നന്നായി മോച്ചായ ഒരേപോലെ സൂപ്പർ. ഗൈസ്, ഇവിടെ നല്ലൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണം. സെമീറാണ് ഫോട്ടോ എടുക്കുന്നത്. എൻ്റെ ബാക്കിൽ യുവാക്കളും യുവതികളെല്ലാവരും ഉണ്ട്. ഫോട്ടോ എടുക്കാൻ ആവേശകരമായുള്ള ഫോട്ടോ എടുക്കലിന് വേണ്ടി എല്ലാവരും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓർത്ത് കാണിച്ചോ? തള നോക്കണോ? സെനക്കണോ? സെനക്ക് വെറുതെ നിൽക്കണം. ഗാതൊക്കെ വെറുതെ മെയിനാവുണ്ട്. ഒരു കാര്യമില്ല, ഗാഥ വെറുതെ മെയിനാവണ്. അതെ സുഹൃത്തുക്കളെ, മലബാറിന്റെ കല്യാണം ഇപ്പൊ അടുത്ത് കഴിഞ്ഞതാണ്. ഇത് മലബാറിന്റെ വൈഫ്. ഹായ്. ഹലോ, പേര് പറ. പേര് പറ, ഞാൻ നേരത്തെ പോവാന്ന്. ഓക്കെ, കല്യാണം കഴിഞ്ഞിട്ട് എന്ത് തോന്നുന്നു? ഇക്കാടെ പറ്റി പറ. ഇക്കാനെ പറ്റി എന്താ പറയാനുള്ളത്? ഇക്ക സൂപ്പറാണ്. വൈഫിനെ പറ്റിട്ടോ? പൊള്ളിയാണ്. കല്യാണം കഴിഞ്ഞതിന് മുന്നും കടൽ ശോഭിക്കണം. കല്യാണം കഴിഞ്ഞതിന് മുന്നേ, കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു അനുഭവം എന്തോ ലൈഫിൽ മാറ്റില്ല. ദാമ്പത്യ ജീവിതം അടിപൊളി പോകുന്നു. അൽഹംദുലില്ലാ, സന്തോഷം. രണ്ടുപേര് മുഖത്ത് തന്നെ കാണാണ്ട് ഒരു എന്താ പറയാ, ഒരു ഐശ്വര്യത്തിന്റെയും എന്തൊക്കെയാ പിടിക്കോ നായി പോലത്താലേ ഇതിനെ പറ്റി അങ്ങനെ പറയില്ലടാ.
എന്തായാലും വളരെയധികം സന്തോഷം ഇവരെ കാണാൻ കഴിഞ്ഞതിൽ. ഇവരെ കാണാൻ കഴിയുമ്പോൾ എനിക്കും കല്യാണം കഴിക്കാൻ പൂതി വരുന്നുണ്ട്. പെണ്ണ് കിട്ടില്ല, അത് കേസ് തീരണം, അല്ലെങ്കിൽ കേസുള്ളവർക്ക് ആരെ പെണ്ണെടുക്കുക. അപ്പോൾ ഞാൻ ഇവരിലേക്ക് തിരിച്ചു വരാം. ഒക്കെ ഇതുവരെ നമുക്ക് ഒരു എന്താ പറയാ, നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി. താങ്ക് യു. ഇതെന്താ കരക്കടിച്ച തിരമാലേ? എന്താ ഏട്ടാ വെയ്യേ? മാഷാ അല്ലാ, നമുക്ക് വേണ്ടി ചായ ഒക്കെ മേടിച്ചോണ്ട് നല്ലത് തോന്നുന്നു. സൈഡായി പനിയാണ്. പനി ഇപ്പൊ പേരുണ്ടോ? ആ കുറവുണ്ട്. പാരസെറ്റമോൾ കഴിച്ചിട്ട് യുവാവ് കുറവുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ കാണുന്നത് സെമീർ ചായ കുടിച്ചോണ്ടിരിക്കുന്ന രംഗമാണ്. അന്തേ മധുരം ഇല്ല, അല്ല ചൂടും ഉണ്ട്. കുടിച്ചോളി. എന്താണ്? എക്സ്ക്യൂസ് മീ, ഇതെന്തോ പറയണ്ടേ? എന്താണ് 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 ഭർത്താവ് ഭാര്യക്കും പിന്നെ വ്ലോഗിൽ ഒരുപാട് കാണിച്ചിരിക്കണു. പ്ലീസ് നീ കാണിക്കും. ഏതാ മൂട്? കാണിക്കാതെ കാണിക്കും. നമ്മൾ പൊളിക്കും. എന്താ പേര്? എന്റെ പേര് ഷാനി. എവിടെ? ഞാൻ പയ്യോളി. എന്ത് ചെയ്യുന്നു? ഞാൻ അക്കൗണ്ടന്റ് ആണ്. ഷോപ്പാണ്, ലൈറ്റ് ഷോപ്പ്. എന്തായാലും കണ്ടതിൽ സന്തോഷം. ഞാനും വളരെ സന്തോഷമാണ്. ഓ മാഷാ അല്ലാ, മാഷാ അല്ലാ. എന്തായാലും നിങ്ങളെ എലോ ചെയ്ത് പറഞ്ഞു അല്ലാഹരെ കൊടുക്കട്ടെ. അതിനെ പറ്റി 4 വാക്ക് പറയും. സെമീറിന്റെ വ്ളോഗ് കാണാത്ത ദിവസങ്ങളില്ല. അതന്നെ പോരെ. ഞാനിപ്പോ ആഴ്ചയിൽ ഒഴിച്ച വ്ളോഗ് ഇടുള്ളൂ. നിങ്ങൾ ഇങ്ങനെ ഡെയിലി ചാർജായി സെമീർ ചാർജായി. അത് ഞാൻ ഇടക്കിടക്ക് പറയുന്നുണ്ട്. വടംവലി മത്സരം ആവേശകരമായ അടുത്തതായി ആവേശകരമായ വടംവലി മത്സരമാണ് തുടങ്ങുന്നത്. വടംവലി മത്സരത്തിൽ ഈ കോച്ച് ശരിയല്ല, പക്ഷേ കൊല്ലാൻ നോക്കുന്നോടാ. ആവേശകരമായ വടംവലി മത്സരം. കടി കൊടുക്കുന്നുണ്ട്. ചായയും കടിയും കൊടുക്കുന്നുണ്ട്. നമ്മളറിഞ്ഞില്ല. നമുക്കടിയില്ല ഇവിടെ ചായ. ഇവിടെ അല്ല ചായയും വടം കിട്ടാൻ വേണ്ടി വരി നിൽക്കാണ് ഈ തള്ള. ഇതിന്റെ ടീമല്ലേ? അപ്പൊ ഈ കാത്തുക്കണവരൊക്കെ ചായക്കും പയമ്പരിക്കും വരിക്കാണ്. എന്ത് തോന്നുന്നു? പൊളിയാ. ഈ വരിക്കണതോ? ചായക്കും പയമ്പരിക്കും വരി നിൽക്കുന്നത് പൊളി. അതെ, പൊളിയാണ്. വൈബാണ്. ഞാൻ വ്ളോഗ് എടുത്തോണ്ടിരിക്കില്ലേ? ഈ വ്ളോഗ് എടുക്കുന്ന ഇടയിൽ രമന്റെ നമ്പറൊക്കെ ചോദിച്ചാ രമ എവിടെയാണ്? കൊയിഞ്ഞു പോയോ? ആ ഇവിടെ പയമ്പരുണ്ട്. ഇവിടുത്തെ വലിയ ആള് കുറവാ. എന്താ പേര്? തസ്മിന. എവിടെ വീട്? മമ്പുറം. തസ്മിന എന്ത് ചെയ്യുന്നു? ഞാൻ പഠിത്തം കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തോണ്ടിരിക്കുന്നു. ഏതൊരു പഠിത്തം കഴിഞ്ഞു? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ചെയ്തു. എവിടെയാണ് പഠിച്ചത്? ഞാൻ മിംസില്. ഓക്കെ. അപ്പൊ ജോലിക്ക് തേടാണ്. തീർച്ചയായും നല്ലൊരു ജോലി കിട്ടട്ടെ. ആമീൻ. ഓക്കെ. ഇവിടെ വലിയ ആൾക്കാരും പണിയിട്ടില്ല. അപ്പൊ അടുത്തവൾക്ക് അപ്പ അവൾക്ക് അടുത്താരാ? എല്ലാരും ഇവിടെ എല്ലാരും ചായ. രണ്ടാമത്തെ നല്ല പഴംപൊരി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്നും കിട്ടും തോന്നുന്നില്ല. ഇവിടെ ഭയങ്കര ഫോർമാലിറ്റിയിലാണ്. മറ്റേ നബീൽ നടത്തണാണെങ്കിൽ വല്ല വലിച്ചിട്ട് ഊരായിരുന്നു, എടുത്തിട്ട് ഓടായിരുന്നു. ഇവിടെ നടക്കും തോന്നുന്നില്ല. ടീം ക്യാപ്റ്റൻ സാഫി. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്താ കലാപത്തെ മൂസം ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരണേ. വടംവലിക്ക് പങ്കെടുക്കാനാണ്. മണ്ട ആരാ ക്യാപ്റ്റനാക്കി? ഹായ് സെറ്റല്ലേ? അതായത് ഇഞ്ചോടിഞ്ച് പോരാട്ടം. നബീൽ ഞാൻ പറഞ്ഞു, നബീല ചായലും മധുരല്ല. നബീൽ പഞ്ചാരിന്റെ പൈസ മുക്കി. ആവേശകരമായ
മത്സരം കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ആരും കടന്നു പോണില്ല, നടന്നിട്ടല്ല പോണത്. സൂപ്പറായി. ഓരോരുത്തർ പരിചയപ്പെടാം. ചൂടാണ് പെൺകുട്ടികൾക്ക് വേണ്ടി ചായ കൊടുത്തിട്ട് ഇവിടെ ഞങ്ങള് വട്ടിട്ടാക്കല്ലേ. ഞാൻ വക്കീല. ഇന്നോട് ഒരു കേസ് വന്നപ്പോ ഒരു സംഭവം ഉണ്ട്. എന്ത് കളി കളിക്കണേ ഒരു വക്കീലുമായി കളിച്ചോ, പ്രശ്നമില്ല. കാരണം വക്കീലുമാർ ഒരിക്കലും കേസ് കൊടുക്കൂലെന്ന്. വക്കീലിന്റെ പേര് പറയും. എന്റെ പേര് അസ്ന. അസ്ന എന്ത് ചെയ്യുന്നു? വക്കീല്. ഞാൻ നോർമലാണ്. ഓക്കെ, ഞങ്ങളുടെ പേര് അസ്മിന. അസ്ന. ഓക്കെ, അസ്നന്റെ വീട് എവിടെയാണ്? പറയിലോ? എവിടെ? പറയൂല. ഓക്കെ, മനസ്സിലാവില്ല നിങ്ങളെ. ഓക്കെ, നിലോഫർ. നിലോഫർ. ഇല്ല. നിലോഫർ. നിലോഫർ. നിലോ. നിലോ. നിലോഫർ. 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 നിലോഫർ അത് ചെരുപ്പിന്റെ പേരല്ലേ? നിലോഫർ. നിലോഫർ. മാഷാഅല്ലാ, അടിപൊളിയല്ലേ? ഞാൻ കണ്ടതിൽ ചെട്ടി സൂപ്പർ ചെയ്ത്. ഓക്കെ, നിങ്ങളെ വീട് എവിടെയാണ്? കോഴിക്കോട്. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞാൻ ഇൻഷുറൻസിലാണ്. ഇൻഷുറൻസിലാ? എന്തിന്റെ ഇൻഷുറൻസാ? അമേരിക്കൻ ഇൻഷുറൻസ്. അമേരിക്കൻ ഇൻഷുറൻസ്. എന്താ അങ്ങനെ പറഞ്ഞാ? ഇക്ക എവിടെ? ചന്ദ്രനുണ്ട് അവിടെ. ചന്ദ്രനില് സുതി ഉണ്ട്. ഹായ്. ഹായ്. ഹലോ. നല്ല പേര്? സുഹാന. സുഹാന. എന്ത് ചെയ്യുന്നു? LLB പഠിക്കുന്നു. പൊളയെ വിട്ടോണ്ടിരിക്കുന്നു. LLB. ഓക്കെ, ഓള് LLB പഠിച്ച് വക്കീലായി. ഇവര് LLB. ഇവിടെ ഏരിയയിൽ വക്കീൽമാരെ കൂടുതൽ വന്നത്. വക്കീൽമാരെ മീറ്റപ്പാ. അപ്പൊ ഓക്കെ, അപ്പൊ നിങ്ങളെ പേരെന്തേ? നൗഫല്. നൗഫൽ എന്ത് ചെയ്യുന്നു? ഞാൻ വർക്ക് ചെയ്യാണ്. മൊബൈൽ ടെക്നീഷ്യനാണ്. ടെക്നീഷ്യൻ. എവിടെ? കോഴിക്കോട്. കണ്ടതിൽ സന്തോഷം. അപ്പോ ആവേശമായ വടംവലി മത്സരം ഇവിടെ തുടങ്ങിയാണ്. അപ്പോ ഇതാ ഈ തന്തതാ ഇതുവരെ മിണ്ടാണ്ട് ഇപ്പൊ പെൺകുട്ടികളെ വടംവലി. ഇപ്പൊ ഇയാൾക്ക് അമിതമായിട്ടുള്ള ട്രിക്ക് പറഞ്ഞു കൊടുക്കുന്ന പെൺകുട്ടികൾക്ക്. കണ്ടാ, പെൺകുട്ടികൾക്ക് വടംവലിക്ക് അമിതമായിട്ടുള്ള ട്രിക്ക് പറഞ്ഞു കൊടുക്കുന്നു ഫ്രീ ആയിട്ട്. ഇയാളൊരു താല്പര്യം. ഇതുവരെ ഇയാളെ മൂലം പെൺകുട്ടികളെ വടംവലി ഇയാൾ ചാടി. എനിക്കറിയില്ലേ വടംവലി? വടംവലി നമ്മുടെ സാധനമാണ്. ഫസ്റ്റിലെ വടംവലിക്കാൻ പോണ്. ഈ വടംവലിയോട് തോന്നുന്നു ജയിക്കണം ഇതിന് മുന്നേ മത്സരിച്ചിട്ടുണ്ടോ? അമ്മായിമ്മ ഇതിന് മുന്നേ അമ്മായിമ്മയുമായി ഒരു വടംവലി നടത്തുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? ഞങ്ങൾ പണ്ടത്തെ ചാമ്പ്യൻസാ. ഈ വടംവലി ഞങ്ങളെ പടവെട്ടി കൊണ്ടുപോകും അല്ലേ? ടീം പടവട്ട പടവെട്ടി വന്നടാ. ആവേശകരമായ വടംവലി മത്സരമൊക്കെ ആണെങ്കിൽ പോലും ഹായ് എന്ത് തോന്നുന്നു? ഞങ്ങളുടെ ടീമിലെ കുട്ടികൾ ഒരു വടത്തിന് എത്ര പോലും വലിപ്പില്ലാത്ത കുട്ടികളാണ് വടം വലിക്കുന്നത്. ആവേശമായ വടംവലിക്ക് ഡ്രസ്സൊക്കെ മാറ്റി വടംവലിക്ക് വേണ്ടി ഞങ്ങൾ ഡ്രസ് ഇത് കണ്ടാൽ മതി അവിടെ വടം വലിക്കുമ്പോ. ഞങ്ങൾക്കെതിരെ വടം വലിക്കാൻ നിൽക്കുന്ന ടീമിനെ കാണിച്ചു തരാം. മറന്ന ഞങ്ങൾക്കെതിരെ വടം വലിക്കുന്നത് മലൈബാരിന്റെ ഭാര്യയാണ്. ഹായ്, മലൈബാരിന്റെ വൈഫ്. വടംവലിയോട് എന്ത് തോന്നുന്നു? ഇതിനു മുന്നേ വടം വലിച്ചിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, അദ്ദേഹം ഇതിനു മുന്നേ ഒന്നും വലിച്ചിട്ടില്ല. ഈ വടംവലിയോട് ഈ വടംവലി ഞങ്ങൾ കൊണ്ടുപോകും. നമ്മൾ ടീമിനോടാ ഓലക്ക കൊണ്ടുപോകും. പക്ഷെ ബലല്ല വണ്ണുള്ളവരല്ലോ ഞങ്ങൾ. ചേച്ചിയാ, ഈ വടംവലിയോട് എന്ത് തോന്നുന്നു? പേടി തോന്നുന്നു. നല്ല ടെൻഷൻ ഉണ്ട്. ഇത്താത്തൊക്കെ നല്ല ടെൻഷൻ ഉണ്ട്. ഇത്താത്ത ഈ വടംവലി ഇത്താത്തനെ കാണരുത്. ഇത്താത്തന്റെ അമ്മായിമാരായത് വന്നതാണ്. അതുകൊണ്ട് ഇത്താത്ത ഒന്നും തോന്നണില്ല. മുറക്കെ മാറി ഈ തള്ള ഇതിമ കൂടെ കൗന്നടിച്ച് വെക്കാൻ പോകുന്നതാണ്. ഇത് ഇപ്പൊ കാണില്ല. ഇപ്പൊ വാണി കണ്ടോളി. തള്ള എന്തായാലും വെക്കുമോ? ആവേശമായ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
എവരും കാത്തിരിക്കുന്ന വടംവലി മത്സരത്തിൽ നമ്മൾ ലൂസായി കൊടുക്കണ്ട, വാണി ഓ ലൂസാകട്ടെ. അതെ, ആവേശമായ വടംവലി മത്സരം തുടങ്ങുകയാണ്. സുഹൃത്തുക്കളെ നമുക്ക് സുഖമായിട്ട് അടിക്കാം. കാരണം നമ്മുടെ ടീമില് ഇത് ജയിച്ച ഗ്ലൂക്കോസ് പടി. ഈ കളി ജയിച്ചാൽ നമ്മുടെ ടീം ക്യാപ്റ്റൻ ഗ്ലൂക്കോസ് പടി കൊണ്ടുതരും. കമത്തനെ ആവേശകരമായ വടംവലി മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒറ്റ വലി ആവേശകരമായ വടംവലി മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ടീം കലാപ വാടിപ്പിന് പേരെന്താ? ടീം പൗറസ. ഒറ്റ വലിക്ക് കിട്ടും. ആ തള്ള ആ ബാക്കിൽ ആ തള്ള ഷൗഫാണ് അവിടെ കിടന്നിരിക്കുന്നത്. അവിടെ അത് കുഴപ്പമില്ല. അത് നമ്മള് തോൽക്കാൻ കാരണം അറിയോ? എല്ലാ ഓല ടീമിലെ ആൾക്കാർക്ക് നല്ല വണ്ണം ഉണ്ടായിരുന്നു. നമ്മളെ ടീമിലെ ആൾക്കാർ വണ്ണല്ല. നമ്മളീ വണ്ണമില്ലാത്ത ആൾക്കാരെ വെച്ചിട്ട് നമ്മളീ വണ്ണമില്ലാത്ത ആൾക്കാരെ വെച്ച് എങ്ങനെ വലിച്ചാനാ? കുഴപ്പമില്ല. എന്താറിയോ ഞങ്ങളുടെ പശു പോലത്തെ ആൾക്കാർ അവര് നല്ല ഫുഡൊക്കെ കഴിച്ച് ഞാൻ പുഷ്ടിപ്പെടുത്തി വരുന്നുണ്ട്. അതെ, ഓല ഇതാണ് നമ്മളെ ടീമിലത്തെ കുട്ടികളെ കാലിലൊരു വണ്ണുണ്ട്. ഓല ടീമിലത്തെ കുട്ടികളെ കൈ. അതാണ് ഞമ്മക്കൊന്ന് കിട്ടിയതാണ്. ചെക്കന്മാരെ നമ്മൾ എന്തായാലും വാങ്ങും. എനിക്ക് തൊള്ള മാത്രമേ ഉള്ളൂ, ഇവിടെ വാലി പോരാ. ഇവിടെ ഒരാള് വല്ല പുറത്ത് പരിപാടി ടിക്കറ്റ് തിന്നോ? ടിക്കറ്റോ? ടിക്കറ്റ് വേണം. എവിടെ ടിക്കറ്റ്? എവിടെ ടിക്കറ്റ് വേണം? ടിക്കറ്റ് അങ്ങനെ കേട്ടില്ല. അവിടെ പോലീസിനെ വിളിച്ചാ ടിക്കറ്റ് എടുക്ക്. ടിക്കറ്റ് ഒന്നുമില്ല. ടിക്കറ്റ് വേണം. അങ്ങോട്ട് ടിക്കറ്റ് വാങ്ങിയത് എന്ത് ടിക്കറ്റ്? ഇപ്പച്ചി എവിടെ? എവിടെ? പോലീസിനെ വിളി. പോലീസ് ഇപ്പൊ തേങ്ങ നിങ്ങളൊരു വീഡിയോ കാട്ടി പോലീസ് 2K കുട്ടികളും സീന. നേരെ കണ്ടില്ല. ഞാൻ പുറത്തിരുന്ന അങ്ങനെ ഇപ്പൊ അങ്ങോട്ട് കേറിയതാണ്. ടിക്കറ്റ് ഉണ്ട് ഓൺലൈൻ ആയിട്ടാ. ശ്രദ്ധിക്കില്ലേ? QR കോഡ് കാണിക്കണം. കാക്ക നിങ്ങളെ ടീമാ ജയിക്കൂലേ? ആവേശകരമായ അടുത്ത 2ാം ഭാഗത്തിലെ വടംവലി സേന നോക്കി ലാസ്റ്റ് സേന ആ തള്ളനെടുത്തുവാ. ജയിച്ചിരിക്കും. എന്ത്? ഞങ്ങളെ ചാർജായി. പിടിക്കണേ. നല്ല വലിക്കാരാ. ജയിച്ചു. എന്താ ഇവരെ കളി തുടങ്ങിയപ്പോൾ അറിഞ്ഞില്ല. പക്ഷെ ഇവര് തോറ്റുകൂടും. ഒന്നും കൂടെ വേണോ? അവിടെ പഴം പോലെ ഉണ്ട്. ഒന്ന് അത് എടുത്തോ. അല്ലാണ്ട് കളിയിട്ട് നിൽക്കൊന്നില്ല. തുണി ക്യാമറമാൻ ഫാസിൽ ഇതുവരെ എടുത്തിട്ടില്ല. ഫാസിൽ തുണി കഴിഞ്ഞതോ മുണ്ടടിക്കാന്ന് അറിയാവുന്ന കേരളത്തെ പിള്ളേരോട്. ഗായ്സ് മഴ പെയ്തു. കളി ചാർജായി.
മഴ പെയ്തു പൊളി 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 യാ യാ പൊളി 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 ഓടിക്കോ ഓടിക്കോ മഴ പെയ്തു ഓടിക്കോ എന്ത് തോന്നുന്നു മഴ പെയ്യുമ്പോൾ എന്ത് തോന്നുന്നു എന്ത് തോന്നുന്നു എന്ത് തോന്നുന്നു മഴ പെയ്യുമ്പോൾ എന്ത് തോന്നുന്നു ഈ മഴ തിന്നുമ്പോ നിങ്ങൾ പഴം തിന്നാണോ എന്ത് തോന്നുന്നു അതൊക്കെ നടക്കാൻ തന്നെ വയ്യണ്ടൊക്കെ താത്ത നാടി ടുൺ ടുടുൺ 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 ടുൺ ടുടുൺ ടുടു എന്ന മഴ തിരിച്ചു പോയി. അപ്പോ ആവേശമായി വടംവലി. താത്ത നമ്മള് വടം വലിച്ചല്ലേ നമ്മുടെ ടീമില് നടക്കാൻ വയ്യ. തേടിനുള്ള കളിണ്ട്. അതാ ആവേശം വരെ മൂന്നാമത്. ആണുങ്ങളെ വടംവലി ഇതിൽ ഞാൻ ഉണ്ടായിരുന്നല്ലോ. ആണുങ്ങളെ വടംവലിക്ക് ഞാൻ ഉണ്ടായത്. പക്ഷെ ഞാൻ മാറുന്നപ്പോ നിന്നെ കേട്ടില്ല. നല്ല മല്ലമാരാ ഇവര് മതി. ഞങ്ങളുടെ ടീമിന്റെ വടംവലി മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആവേശകരമായ വടംവലി മത്സരത്തിൽ ഇന്ന് ടീം കലാപവും നല്ല ഇപ്പൊ തന്നെ ടൈറ്റ് ആക്കിട്ടോ. ക്ലൈമറ്റ് മോശ. നമ്മള് തോൽക്കാൻ കാരണം ക്ലൈമറ്റ് മോശം. ഇവിടെ ഭയങ്കര വെഹിക്കലാണ്. നല്ല വെഹിക്കലുണ്ട്. എന്നാലും എങ്ങനെ ഇപ്പൊ തോൽക്കാൻ വഴിയില്ലല്ലോ. എങ്ങനെ ഇപ്പൊ തോൽക്കാൻ വഴിയില്ലല്ലോ. അതാണ് ഇവിടെ സ്ലിപ്പായിട്ടാ. അല്ലേ എങ്ങനെ തോറ്റെന്ന് അറിയില്ല. മുട്ടയില കൂടത്തോളം ചെയ്ത സംശയം എനിക്ക്. മുട്ടയെ കൂടത്തോളം ചെയ്ത സംശയം. അല്ലെങ്കിൽ ഈ കോൺഫിഡൻസിലെ കളിയൊന്നും കിട്ടൂല. മൂടൻ പോയി. ഇത് കളിയാണ്. ഇത് നമ്മുടെ ടീമൊക്കെ തോൽക്കണ്. ഹായ് ബ്രോ, എന്താ പാട്? നല്ല പാട്. നമ്മള് കൊറേ കാലല്ലേ കണ്ടിട്ട്. നമ്മൾ അവസാനം കണ്ടെന്നോ? നമ്മുടെ ഇഫ്താറിന്. എന്നിട്ട് എന്താ പാട്? നല്ല പാട്. ഉഷാറല്ലേ? സെറ്റ് അല്ലേ? മത്സരങ്ങൾ പങ്കെടുത്തില്ല? പിന്നെ പങ്കെടുത്ത് വടംവലി പോവാണ്. ഞങ്ങൾ ടീം അതിലും തോറ്റു. ഇവിടെ നിന്നൊരു കാര്യമില്ല. വടംവലി മത്സരത്തിന്റെ ഫൈനൽ മത്സരമാണ് നടന്നുകൊണ്ടിരുന്നത്. ഇൻഫാസ് മൂടായി തന്ന മൂടായി സെറ്റ് കിട്ടിയേ. നായി പോലത്തെ മാരെ ചാർജ് നല്ല വലി വലിച്ചാലോ. ജയിച്ച ടീമിനെ പോവാ. നല്ല വലിയായിരുന്നു. പക്ഷെ എന്താ വെച്ചാല് തോറ്റു. ഓ സൂപ്പർ 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 സൂപ്പർ. ടീം പടവട്ടോ പവർ ഹൗസ് ആണ് വിജയിച്ചിരുന്നത്. സൂപ്പർ സൂപ്പർ. ഓടി കളിക്കുന്നത് കൂട്ടുപൊട്ടി കൊണ്ടുപോവാം ഫസ്റ്റ് ഞങ്ങളെ കൊണ്ടുപോവാം. അധികം പ്രോത്സാഹിപ്പിക്കണ്ട. നമ്മൾ തോറ്റ ടീമല്ലേ. ഇൻഫാസ്ക നിങ്ങൾ പൊരുത്തി തോറ്റു. പൊരുത്തി തോറ്റു. എന്ത് തോന്നുന്നു? എവിടെ മിസ്റ്റേക്ക് തോന്നുന്നു? ഞാൻ പറഞ്ഞ അഭിമാനം പൊരുത്തി തോറ്റാൽ പോട്ടെ വെക്കും. അത്രേ ഉള്ളൂ. കാരണം എന്താ പുട്ടിച്ചട തോറ്റിക്കണേ. ഇത് കണ്ടില്ല വീഡിയോ? ഷാർജ കാര്യം പറയണ്ടേ,
ഓരോട് ആണാണെന്നുണ്ടെങ്കിൽ റോട്ടിൽ വരാൻ പറഞ്ഞു 1000 റുപ്യ ഞാൻ കൊടുക്കും ജയിച്ചാ ഉണ്ടോ ചോക്കെ ഓനെ വിളിച്ചു വെല്ലുവിളിച്ചു ഞാൻ തരും റോട്ടിൽ വലിച്ചാണ്ടോ 1000 ഞാൻ തരുന്നു ജയിച്ചാ കഴിഞ്ഞിട്ടില്ല കളി പിന്നെ പുല്ലിലല്ല കളിച്ച പുല്ലിലല്ല കളിച്ച ട്രോസിഡ് പറഞ്ഞു ആണുങ്ങളെ പിടിച്ചേ അവിടെ പഴം കൊടുക്കണ്ട് പഴത്തിന് വേണ്ടി യുദ്ധം നടക്കണേ ഇവിടെ നമ്മുടെ ആവേശപരമായ പഴം കൊടുക്കൽ കൊട്ടാണ് ആരംഭിക്കാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട റബിയെ വാദിക്കുന്നു. മനോരമ ഡാൻസ് കളിക്കുന്ന ഈ കഥയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സ്ഥാനൊക്കെ ഏത് മൂഡിലാണ് ഡാൻസ് കളിക്കുന്നത്? ആവേശഭരിതമായി സ്ഥാനയുടെ ആവേശഭരിതം ആവേശകരമായ സർക്കിട്ടിൻ്റെ ഓണപരിപാടി ഇവിടെ അവസാനിക്കേണ്ടി നല്ല മഴക്ക് തരണേ. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എനിവേ ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലവ് യു, ബൈ. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താണ്ടേ പറയാം. ഓക്കെ, താങ്ക് യു.